السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والله يريد أن يتوب عليكم ويريد الذين يتبعون الشهوات أن تميلوا ميلا عظيما. صدق الله مولانا العظيم. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതൃകാപുരുഷന്മാരായ മുൻഗാമികളായ മഹാന്മാരായ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അതുപോലെ സലഫുസ്സാലിഹികളിൽപ്പെട്ട മഹാന്മാരായ താബിഉകൾ, കഴിഞ്ഞുപോയ മഹാരഥന്മാരായ ഇമാമുമാർ, അവരൊക്കെയും നല്ല മനസ്സ് കിട്ടാൻ, കറകളഞ്ഞ ഈമാനും കരുത്തുറ്റ തഖ്വയും സമ്പാദിക്കാൻ എന്താണ് ചെയ്തത്? നമ്മുടെ പൂർവീകർ നന്നാകാനും രക്ഷപ്പെടാനും എന്താണ് ചെയ്തത്? മഹാന്മാരായ സ്വഹാബാക്കൾ പരിശുദ്ധ റസൂലിന്റെ തിരുഹളറത്തിലേക്ക് ചെന്നു, അവിടത്തോട് സഹവസിച്ചു, അവിടത്തെ പച്ചയായ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്ന് കണ്ടും കേട്ടും അനുഭവിച്ചും കൂടെ നടന്നും പഠിച്ചു, രക്ഷപ്പെട്ടു. അതിനുശേഷം വന്ന താബിഉകളാകട്ടെ മഹാന്മാരായ സ്വഹാബാക്കളെ സഹവസിച്ചു. പിൽക്കാലത്ത് വന്ന മഹാരഥന്മാരായ ഇമാമുകൾ, മദ്ഹബിന്റെ ഇമാമുകൾ അടക്കമുള്ള കാലം സാക്ഷ്യപ്പെടുത്തിയ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ തലക്കെട്ടുകളുള്ള പ്രഗത്ഭരായ ഇമാമുകളൊക്കെയും അവരുടെ കാലത്ത് ജീവിച്ചിരുന്ന മഹാന്മാരായ ആരിഫുകൾ, ഔലിയാക്കൾ, അവരെ ചാരത്ത് ചെന്നു, സഹവസിച്ചു, കൂടെ നടന്നു, പഠിച്ചു, ദുആ വസിയ്യത്താക്കി, ദുആ ചെയ്യിപ്പിച്ചു. ഈ സംഭവത്തിന് ധാരാളം ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നിന്ന് നമ്മളിവിടെ അത്യാവശ്യത്തിന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴും ഒരു ചോദ്യം ഉയർന്നു വരാറുണ്ട്.
നവീനവാദികളിൽ നിന്ന്, മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട പുരോഗമന ചിന്താഗതിക്കാരിൽ നിന്ന് ഒരു ചോദ്യം. എന്താ ചോദ്യം? എന്തിനായി മഹാന്മാരെ പിറകെ നടക്കുന്നത്? നമുക്കൊരു മഹാനായാൽ പോരെ? സാധാരണ നമ്മൾ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെ, റിഫാഴി ശൈഖ് തങ്ങളെയൊക്കെ അനുസ്മരിക്കുകയും അവരുടെ അപദാനങ്ങൾ പാടിപ്പറയുകയും അവരുടെ ചരിത്രങ്ങൾ പ്രസംഗിക്കുകയും അതിനുവേണ്ടി ഒത്തുചേരുകയുമൊക്കെ ചെയ്യുമ്പോ ഒരു ചോദ്യം വരുന്നത്, മുഹിയുദ്ദീൻ ശൈഖിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു നടന്നിട്ട് എന്നാ കാര്യം? നമുക്കൊരു മുഹിയുദ്ദീൻ ശൈഖിനെ പോലെയാണ് ആയാ പോരെ? അല്ലാതെ അതിങ്ങനെ പറഞ്ഞ് പെരുപ്പിച്ച് ആ കാലം കഴിക്കുന്നതിന് പകരം അവരെപ്പോലെ ആകാൻ ശ്രമിച്ചാൽ പോരെ? മതി. പക്ഷെ അവരെപ്പോലെ ആകണമെങ്കിൽ അവരെ കൈവിട്ടുകൊണ്ട് ഒറ്റയ്ക്ക് പോയാൽ ഒരിക്കലും നടക്കില്ല. നബിമാരുടെ, വലിമാരുടെ, ആരിഫീങ്ങളുടെ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ പാതയിലെത്തണമെങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെ മാതാവായ, നിധിയായ, അടിത്തറയായ സൂറത്തുൽ ഫാത്തിഹയിൽ പഠിപ്പിച്ച സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറഞ്ഞ ആ പാതയിൽ അണിനിരക്കാതെ, ആ പാതയിലൂടെ പോകാതെ ഒറ്റക്കൊന്നും നടക്കൂല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലക്ഷക്കണക്കിന് നബിമാരെയും ഔലിയാക്കളെയുമാണ് അള്ളാഹു പറഞ്ഞയച്ചത്. എന്തേ ഓരോ വൻകരയിലേക്കും ഒരു നബി വന്നാൽ മതിയായിരുന്നല്ലോ. ഇനിയിപ്പോ ആദം നബി ഒരു കിതാബും കൊടുത്ത് മൊത്തം മനുഷ്യർക്ക് ജീവിക്കാനുള്ള പദ്ധതി അങ്ങനെ ചെയ്തില്ല. ഓരോ വൻകരയിലേക്ക് ഒരു നബിയെ മാത്രം നിയോഗിച്ചു, അള്ള നിർത്തിയില്ല. ലക്ഷത്തിലധികം നബിമാരെയും നബിമാർക്ക് ശേഷം ലക്ഷോപലക്ഷം പ്രതിനിധികളെയും അള്ളാഹു നിയോഗിച്ചത് എന്തിനാണ്? അവരെ വഴിക്ക് നടക്കുക, അവരെ കൂടെ ചെല്ലുക, അവർ ദിശാബോധമുണ്ടാക്കുക, ഇതിനു വേണ്ടി തന്നെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, ഔലിയാക്കൾ, മഹാന്മാർ അവർ പഠിച്ചറിഞ്ഞ പണ്ഡിതന്മാരെക്കാൾ വിവരമുള്ളവരായിരിക്കും. ഒരാള് ഇപ്പൊ ഞങ്ങളൊക്കെ, ഞാൻ 10 കൊല്ലം പഠിച്ചത് കിതാബ്, 10 കൊല്ലം. ഒരു MBBS ഇപ്പൊ എത്ര കൊല്ലം വേണം? 5 കൊല്ലം മതിയാവും. ഫസൽ ഉസ്താദ് ഓതിയിട്ടുണ്ടാവും ഏതാണ്ട് 10 കൊല്ലം. ഒരു ഡിഗ്രി കിട്ടണമെന്നുണ്ടെങ്കിൽ വേണം. ഇത് പുള്ളക്കളിയാ. വെറുതെ പോയി മാന്തി ചൊറിഞ്ഞ ആരാന്റെ ചോറും മയ്യത്തുമ്പായിലും കിടന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കണവരുണ്ട്. അറബി ഗ്രാമർ പഠിക്കണം. 3 കൊല്ലം അതന്നെയാണ്. ഇൽമുൽ ബലാഗത്ത്, ഇൽമുൽ ബയാന്, ഇൽമുൽ മആനി, ഇൽമുൽ ബയാൻ, ബദീഅ്, അറബ് സാഹിത്യം പഠിക്കണം, കർമ്മശാസ്ത്രം പഠിക്കണം, ഉസൂലുൽ ഫിഖ് പഠിക്കണം, അഖീദ വിശ്വാസ പ്രമാണം പഠിക്കണം, ഹദീസ് പഠിക്കണം, തഫ്സീർ പഠിക്കണം. ഇതിന്റെയൊക്കെ പുറമെ ഇൽമുൽ മന്തിഖ്, തർക്കശാസ്ത്രം പഠിക്കണം. നിങ്ങളൊക്കെ റൂമിൽ കയറി വന്ന് കണക്കുണ പറയുമ്പോ എങ്ങനെ സംസാരിക്കണം എന്നുള്ള ഐഡിയ അതും പഠിക്കണം. അതിനൊക്കെ പുറമെ ഇൽമുൽ അഫ്ലാക്ക്, ഗോളശാസ്ത്രം പഠിക്കണം, ഇൽമുൽ ഹിസാബ്, എഞ്ചിനീയർ ശാസ്ത്രം, ഗണിതശാസ്ത്രം, ഇൽമുൽ ഹന്ദസ, ഇതൊക്കെ ഈ സിലബസിന്റെ ഭാഗ. നല്ലൊരു മതപണ്ഡിതെന്ന് പറഞ്ഞാല് എഞ്ചിനീയർ സെറ്റ് ഔട്ടൊക്കെ റെഡിയാക്കി കുറ്റിയടിക്കുമ്പോ അയാൾക്ക് തിരിയുന്നല്ല, ഇതെങ്ങനെയാണ് വേണ്ടത്, അളവ് കൃത്യം. ചെറിയൊരു കാര്യമൊന്നുമല്ല ഈ പഠിക്കല് എന്ന് പറഞ്ഞാൽ, വലിയ കാര്യമാണ്. പക്ഷേ പഠിച്ചറിഞ്ഞ ഒരു ആലിമിനേക്കാൾ വിവരമുള്ളവരായിരിക്കും അൽ മഅരിഫത്തുർ റബ്ബാനി, ആത്മജ്ഞാനമുള്ള അല്ലാഹുവിൽ നിന്ന് അറിവ് കിട്ടുന്ന മഹാന്മാർക്ക്. എന്തുകൊണ്ട്? പഠിച്ചറിഞ്ഞ ഒരു ആലിമിന് പഠിച്ചതേ അറിയൂ. മറ്റേ ആൾക്കതല്ല, പഠിച്ചത് കൃത്യമായിട്ടറിയും, പഠിച്ചതിന്റെ അപ്പുറവും അറിയും. ചരിത്രത്തിലെ സൂഫി ലോകത്തെ കുലപതിയായിരുന്നു ഇമാം അബൂബക്കർ ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി. ശിബിലി ഇമാം എന്ന പേരിൽ ഇസ്ലാമിക ചരിത്രത്തിൽ പ്രസിദ്ധരായ ഇമാം. പക്ഷേ ഔദ്യോഗിക വിദ്യാഭ്യാസമില്ല, അക്കാദമിക് റൂട്ടിലൂടെ പഠിക്കാൻ പോയിട്ടില്ല, ഡിഗ്രിയും സർട്ടിഫിക്കറ്റും ഒന്നുമില്ല. പിന്നെ അദ്ദേഹം പഠിച്ചത് എവിടുന്നാണ്? ഫസ്അലു അഹ്ലൽ സിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ എന്ന് ഖുർആൻ പറഞ്ഞ അഹ്ലുൽ സിക്റിന്റെ അടുത്ത് പോയി പഠിച്ചു.
ലദുന്നിയായ ഇൽമുള്ള ആരിഫീങ്ങളായ വലിമാരുടെ അടുത്ത് പോയി പഠിച്ചു. ആ പഠനത്തിന് സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല, കോട്ടും സനദും ഉണ്ടാവില്ല, അഡ്രസ് ഉണ്ടാവില്ല. ഈ കാരണത്താൽ അബൂബക്കർ ശിബിലി എന്ന മനുഷ്യൻ ഖുർആനും ഹദീസും തിരിയാത്ത പടുജാഹിലാണെന്നും വ്യാജനാണെന്നും അക്കാലത്തുള്ള ഉലമാ തന്നെ, പ്രഗൽഭരായ പണ്ഡിതന്മാർ തന്നെ ആക്ഷേപിച്ചു. എത്രത്തോളം? ആ കൂട്ടത്തിൽ ശാഫിഈ മദ്ഹബിലെ വിശ്വപ്രസിദ്ധ ഫഖീഹായ കർമ്മശാസ്ത്രത്തിലെ ഒരു ഇമാമ് തന്നെയായ ഇബ്നുൽ ബശാർ റഹിമഹുല്ലയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ശിബിലി വ്യാജനാൻ. ഇബ്നുൽ ബശാർ എന്ന ശാഫിഈ ഫഖീഹ് ഒരു പ്രസ്താവന ഇറക്കി. എന്താണത്? ഈ ശിബിലി എന്ന് പറഞ്ഞ ആള് കള്ളനാണ്, വ്യാജനാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകൾ അയാളെ ഔലിയാക്കി നടക്കുന്നുണ്ട്. ഒരാളും അദ്ദേഹവുമായി ബന്ധപ്പെടരുത്, വിട്ടുനിന്നേക്കണമെന്ന്. ആര്? ഇബ്നുൽ ബശാർ എന്ന് പറഞ്ഞ മഹാനായ ശാഫിഈ ഫഖീഹ് റഹിമഹുല്ല. ചെറിയ ആളല്ല. ഇതിനൊന്നും ഇമാം ശിബിലി എന്ന വലിയ മറുപടി പറയാൻ നിൽക്കുന്നില്ല. അങ്ങേരെ തൊഴിൽ അതല്ല. അങ്ങനെ ഈ പ്രസ്താവന ഇറക്കിയതിന് ശേഷം ഒരിക്കൽ യാദൃശ്ചികമായി ഇബ്നുൽ ബശാർ എന്ന മഹാനായ ഇമാം ശിബിലി തങ്ങളെ കാണാണ്, യാദൃശ്ചികമായിട്ട്. അപ്പൊ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, ആളെടുത്ത് പോകരുത്, സാധാരണക്കാർ കള്ളനാന്നൊക്കെ. കണ്ടുമുട്ടിയപ്പം അപ്പ കണ്ടുമുട്ടിയല്ലോ, ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടി വഷളാക്കി വിടണം ബഹുജന സമക്ഷം. എന്നാ പിന്നെ ആൾക്കാർ വിവരമില്ലാത്ത ആളാന്ന് ബോധ്യപ്പെട്ട പിന്നാലെ പോകില്ലല്ലോ. ഇബ്നുൽ ബശാർ എന്ന ഇമാമ് ശിബിലി തങ്ങളുടെ അടുത്ത് ചെന്നിട്ട്, വിവരമില്ലാത്ത ആളാണല്ലോ, അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, അല്ലെങ്കാതി കുറെ ഔലിയപ്പാപ്പിയായിട്ടൊക്കെ നടക്കണതൊക്കെ ഇപ്പൊ ഞങ്ങൾ അറിഞ്ഞു, 5 ഒട്ടകങ്ങൾക്ക് എത്ര സക്കാത്ത് കൊടുക്കേണ്ടേ? ഇതിപ്പോ മൂവാറ്റുഴക്കാരോട് ചോദിച്ചാൽ, കേരളക്കാരോട് ചോദിച്ചാൽ അറിയില്ല. കാരണം അറിയേണ്ട കാര്യമില്ല, വാജിബല്ല, നമുക്ക് ഒട്ടകല്ലല്ലോ. പക്ഷെ അവിടെ ഒട്ടകണ്ട്. ഇപ്പൊ സ്വർണത്തിന് എത്ര, വെള്ളിക്കെത്ര, കറൻസിക്കെത്ര, ഫിത്ർ സക്കാത്ത് എത്ര, സാധാരണ ആളുകൾക്ക് അറിയുമല്ലോ. അവിടെ ഒട്ടകം അതുപോലെ സാധാരണ സംഭവമാണ്. അപ്പോ ഇബ്നുൽ ബശാർ എന്ന ഫഖീഹ് ശിബിലി തങ്ങളോട് ചോദിക്കണം, 5 ഒട്ടകം ഉണ്ടായാൽ ഒട്ടകത്തിന്റെ ഉടമ എന്താണ് സക്കാത്ത് കൊടുക്കേണ്ടത്? ശിബിലി തങ്ങൾ മറുപടി പറഞ്ഞില്ല. കാരണം ഇത് പഠിക്കാൻ വേണ്ടിയല്ല, എന്തിനാണ്? പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ആ പരീക്ഷയ്ക്ക് ജയിക്കണ്ടാൻ തീരുമാനിച്ച് മറുപടി പറയാതെ നടന്ന് മുന്നോട്ട് പോവാൻ. ഇബ്നുൽ ബശാർ എന്ന ഇമാം വിട്ടില്ല, പിറകെ ചെന്നിട്ട് പറഞ്ഞു, അത് അറിഞ്ഞേ പറ്റുള്ളൂ, 5 ഒട്ടകങ്ങൾക്ക് എത്ര സക്കാത്തുണ്ട്? അപ്പൊ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, അത്യാവശ്യമാണെങ്കിൽ പറഞ്ഞുതരാം, വേണോ? പറയണം. പറഞ്ഞു. ശിബിലി തങ്ങൾ പറഞ്ഞു, നിങ്ങളെപ്പോലത്തെ സാധാരണക്കാർക്ക് ഒരാടിനെ കൊടുക്കൽ നിർബന്ധമാണ്. അതാണ് 5 ഒട്ടകത്തിന് ഒരാടിനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, ഒരൊട്ടകല്ല. 5 ഒട്ടകം ഒരാളെ കയ്യിലുണ്ടെങ്കിൽ, പ്രായം ഒട്ടകമുണ്ടെങ്കിൽ ഒരാടിനെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അത് നിങ്ങളെപ്പോലത്തെ ആളുകൾക്ക്. ഞങ്ങളെപ്പോലത്തെ ആളുകൾക്ക് 5 ഒട്ടകത്തിനെയും കൊടുക്കൽ നിർബന്ധമാണ്. ഇത് കേട്ട് ഇബ്നുൽ ബശാർ എന്ന പണ്ഡിതന് അത്ഭുതം തോന്നി. എനിക്കറിയുന്നതിന് അപ്പുറത്തും അള്ളപ്പ ഈ പറയണേ. ഒരാട് എന്നുള്ളത് കൃത്യാണ്, അത് നിയമമാണ്, ഞാൻ പഠിച്ചതാണ്, എല്ലാവർക്കും അറിയുന്നത് തന്നെ. ഞങ്ങളെപ്പോലത്തെ ആളുകൾക്ക് 5 ഒട്ടകമുണ്ടെങ്കിൽ 5ഉം അള്ളാഹുവിന്റെ സബീലിൽ കൊടുക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞപ്പോ ഇബ്നുൽ ബശാർ ശിബിലി തങ്ങളോട് ചോദിച്ചു, ഇതേത് മദ്ഹബാ? 2 നിയമം ഒരു മസ്അലയിൽ, ഒരു വിഷയത്തിൽ 2 നിയമം എന്താ? ഇതിനെന്താ തെളിവ്? ഇതിനൊരു മദ്ഹബ് വേണമല്ലോ. മദ്ഹബ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അവലംബം വേണം. എനിക്ക് തോന്നിയത് ദീനാന്ന് പറയാൻ പറ്റൂല. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും വന്ന വഴി മാ ദഹബ ഇലൈഹിൽ ഇമാമു, അതാ ഈ മദ്ഹബ് പറഞ്ഞ, അല്ലാതെ എന്തോ കോത്താമ്പിയൊന്നും അല്ലത്. മഹാന്മാരായ ഇമാമുകൾ ഖുർആനും ഹദീസും വിശകലനം ചെയ്ത് ഇജ്തിഹാദ് ചെയ്ത് പറഞ്ഞ മതവിധികൾ, അതാ മദ്ഹബ്. അപ്പൊ ഒരാടിനുള്ള മദ്ഹബ് ശാഫിഈ ഫിഖ്ഹിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. മറ്റു മദ്ഹബുകളിലെ നിയമമൊക്കെ അങ്ങനെ ഉണ്ട്. ഒരാട് എന്നുള്ളത് 5 ഒട്ടകത്തിനെയും കൊടുക്കണം എന്നുള്ള നിയമം ഏത് മദ്ഹബാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അത് സിദ്ദീഖി മദ്ഹബാണ്. ഏത് മദ്ഹബ്? സിദ്ദീഖി മദ്ഹബ്. ആ സിദ്ദീഖി മദ്ഹബിലെ ഇമാമിന്റെ പേര് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് 5 ഒട്ടകം മാത്രമല്ല മുഴുവൻ കൊടുത്തു.
വീട്ടുകാർക്കും തനിക്കും ബാക്കി വെച്ചത് അള്ളാഹുവിനെ മാത്രം, റസൂലിനെ മാത്രം. അള്ളാഹുവിനെയും റസൂലിനെയും ബാക്കി വെച്ചു എന്നല്ലാതെ സർവ്വതും കൊടുത്ത് തീർത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ മദ്ഹബാണ് ഞങ്ങള്. അതുകൊണ്ട് ഞങ്ങൾക്ക് 5 കൊടുക്കണം. ഇത് കേട്ട് സമയം കളഞ്ഞില്ല, അപ്പ തന്നെ മാപ്പ് വെച്ചു തെറ്റിദ്ധരിച്ചതിൽ. മാപ്പ് ചോദിക്കുക മാത്രമല്ല, ലോകത്തോട് ഇബ്നുൽ ബഷാർ എന്ന ശാഫിഈ ഫഖീഹ് വിളിച്ചു പറഞ്ഞു, ഇമാം ഷിബിലി ജാഹിലല്ല, വ്യാജനല്ല, അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ട മഹാനാൻ, നമുക്ക് തെറ്റിപ്പോയി. അത് സത്യസന്ധനായ ആലിമായിട്ടാ. മർക്കടമുഷ്ടിയുള്ള ആലിമാണെങ്കിൽ ബോധ്യപ്പെട്ടാലും സമ്മതിക്കൂല. അത് ഞാൻ തന്നെയാണ് മേലേന്നായിരിക്കും ഉണ്ടാവുക. ഇബ്നുൽ ബഷാർ എന്നവർ തിരുത്തി എന്നാണ് ചരിത്രം. ഞാൻ ഈ പറഞ്ഞെന്താ, പഠിച്ചറിഞ്ഞ അറിവിനേക്കാൾ വിശാലമായ വളരെ വ്യാപ്തിയുള്ള അറിവാണ് ഇത്തരം ജ്ഞാനികൾക്കുണ്ടാവുക. നിങ്ങൾ ജലാലുദ്ദീൻ റൂമിയെ കേട്ടിട്ടുണ്ടോ? ലോകം പരക്കെ വായിക്കപ്പെടുന്ന മഹാനായ സൂഫി വര്യനാണ്. അദ്ദേഹത്തിന്റെ മസ്നവി അടക്കമുള്ള കാവ്യ സമാഹാരങ്ങൾ യൂറോപ്പിലടക്കം വായിക്കപ്പെടുന്നു. പടിഞ്ഞാറുകാര് പോലും ആ സ്പിരിച്വൽ പ്രണയം, ആത്മീയമായ ലഹരിയുടെ ഈരടികൾ പടിഞ്ഞാറുകാര് പോലും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് വായിക്കുന്നുണ്ട് ജലാലുദ്ദീൻ റൂമിയുടെ കവിതകൾ. ലോകം ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയാണ് ജലാലുദ്ദീൻ റൂമി. ആ മഹാൻ അഫ്ഗാനിസ്ഥാനിൽ ജനിച്ചവരാണ്. അദ്ദേഹത്തിന്റെ ഖബറുള്ളത് തുർക്കിയിലാണ്. അദ്ദേഹത്തിന്റെ റോൾ മോഡൽ മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി തങ്ങളാണ് മോഡല്. ക്രിസ്താബ്ദം 13-ാം നൂറ്റാണ്ടിൽ ഉദയം കൊണ്ട സൂഫി ലോകത്തെ ആ വെള്ളി നക്ഷത്രം മഹാനായ ജലാലുദ്ദീൻ റൂമി റഹിമഹുല്ല. അദ്ദേഹം വലിയ ആലിമായിരുന്നു. പഠിച്ച് അക്കാലത്ത് കണ്ടതും കേട്ടതായ കിതാബൊക്കെ കലക്കി കുടിച്ചു, വലിയ ആലിമായി. മാത്രമല്ല ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്തു. വലിയ ആലിമായി വാഴുന്ന കാലത്ത് ഒരിക്കൽ തന്റെ വീട്ടിൽ തന്റെ സ്നേഹിതന്മാരായ പണ്ഡിതന്മാരുമായി ചർച്ചയിലാണ്. ഇസ്ലാമിക് ഫിലോസഫികൾ, തത്വജ്ഞാനങ്ങൾ കൂലങ്കഷമായ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജലാലുദ്ദീൻ റൂമി തങ്ങളും തന്റെ സ്നേഹിതന്മാരായ പണ്ഡിത ശ്രേഷ്ഠരും. ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോ വാതിൽക്കല്ലൊരു ഫഖീർ വന്നു. മുഷിഞ്ഞ വേഷം, കയ്യിലൊരു ഭാണ്ഡം. ഒരു ഫഖീർ വന്നു, വാതിലിൽ മുട്ടി. ഇവിടെ വലിയ ദീനീ ചർച്ചൻ. ആരാണാ വന്നത്? ഒരു വെറും ഫഖീറല്ല, ആ കാലഘട്ടത്തിൽ ജീവിച്ച വലിയ ആരിഫായ വലിയായ ഷംസുദ്ദീൻ തിബിരീസി റഹിമഹുല്ല ഒരു ഫഖീറിന്റെ വേഷത്തിൽ വന്നതാ. നമ്മൾ കഴിഞ്ഞ ആഴ്ച മുസ്ലിമിന്റെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞല്ലോ ഉവൈസുൽ ഖറനി റഹിമഹുല്ലയുടെ രീതി, ജീവിത രീതി. ആ ഉവൈസി റൂട്ടിൽ ഓടുന്ന ഒരു വലിയാണ് ഷംസുദ്ദീൻ തിബിരീസി. നാട്ടുകാർക്ക് പിടികൊടുക്കൂല. വേഷവും ഭാവമൊക്കെ ഒരു ഫഖീറിന്റെ ഭാവത്തിൽ നടക്കുന്ന സൂഫി വര്യനാണ്. അദ്ദേഹം വന്നതെന്തിനാണ്? തന്റെ ആത്മജ്ഞാനങ്ങൾ പങ്കുവെക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടണം. മുതൽ കൊടുക്കണമെങ്കിൽ പറ്റുന്ന ആളെ കയ്യിൽ, ചെറിയ കുഞ്ഞിന്റെ കയ്യിൽ ഇപ്പൊ ആരെങ്കിലും ഒരു പവന്റെ ഗോൾഡ് വെച്ച് കൊടുക്കുവോ? 1,00,000 രൂപ വില കൊടുക്കുവോ? അതിന് പറ്റുന്നിടത്തല്ലേ അത് കൊടുക്കുക. അപ്പൊ തന്റെ ആത്മജ്ഞാനങ്ങൾ പങ്കുവെക്കാൻ ഒരാളെ നോക്കുമ്പോൾ ജലാലുദ്ദീൻ റൂമി മാത്രമായിട്ട് കണ്ടിട്ടാണ് ഈ കോലത്തിൽ വന്നത്. വന്നിട്ട് പറഞ്ഞു, അല്ല നിങ്ങൾ എന്തോന്നാ അവിടെ ചർച്ച ചെയ്യണേന്ന് ചോദിച്ചു. അത് റൂമിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു ഫക്കീർ, ഇപ്പൊ നമ്മളിപ്പോ കെട്ടിയോളും മക്കളൊക്കെ അങ്ങനെ സീറ്റ് ഔട്ടിൽ ഇരുന്ന് സംസാരിക്കുമ്പോ ഒരാള് ബാണ്ടേറ്റ് വന്നിട്ട് എന്താപ്പ നിങ്ങളെ ചർച്ച വെച്ചാൽ ആവശ്യമില്ലാത്തിൽ കയറി ഇടപെടണ്ട, എന്താപ്പോ വേണ്ടത്, ചോറ് വേണോ അല്ലെങ്കിൽ 10 രൂപ വേണോ, അത് കൊടുത്ത് വിടുമല്ലോ, നമ്മളായാലും അങ്ങനെയല്ലേ പ്രതികരിക്കുക. ഇദ്ദേഹം വന്ന് ചോദിച്ചു, നിങ്ങൾ എന്താ ഈ ചർച്ച ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പൊ റൂമി ഒരു പക്വമതിയായ ആലിമായതുകൊണ്ട് പറഞ്ഞു, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരു പാവപ്പെട്ട ഫക്കീറിനെങ്ങനെ ഇത്ര വലിയ തത്വശാസ്ത്രം, ദീനിന്റെ ഉൾക്കാമ്പുകളെ കുറിച്ചുള്ള ചർച്ചയൊന്നും മനസ്സിലാവില്ലല്ലോ, അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇങ്ങോട്ട് കയറി വന്നു. കയറി വന്നിട്ട് ഒരുപാട് കയ്യെഴുത്ത് പ്രതികളുണ്ട്. അന്നൊന്നും ഇപ്പൊ ഈ അച്ച് നിരത്തിയിട്ടുള്ള പ്രസ് പോലും കണ്ടുപിടിക്കാത്ത 13-ാം നൂറ്റാണ്ടാ കയ്യോണ്ട് എഴുതുന്ന കിതാബാ അന്നുള്ളത്. അതെന്നെ ഇന്നത്തെ പേനയില്ല. ഒരു മഷിക്കുപ്പി, ഒരു മരക്കമ്പ്, മുക്കുക എഴുതുക, മുക്കുക, ഇങ്ങനെ അന്ന് എഴുതുന്നേ. അങ്ങനെ അമൂല്യമായ ഗ്രന്ഥങ്ങൾ പൊന്നുപോലെ സൂക്ഷിക്കുന്ന കിതാബുകളുണ്ട്.
ഒരു ടേബിളിന്റെ പുറത്ത് ഒതുക്കി അടക്കി വെച്ചിട്ടുണ്ട് റൂമി. ഈ ഫക്കീർ കയറി വന്നിട്ട് ആ കിതാബുകൾ എടുത്തിട്ട് കാല് കഴുകാൻ ഉളു ചെയ്യാൻ അവിടെ ഒരു ഹൗലുണ്ട്, ആ ഹൗലിലേക്കാണ് ഇട്ടു ആ കിതാബ്. റൂമി പൊട്ടിത്തെറിച്ചു. എന്താണ് ഭ്രാന്താക്കാൻ കാണിക്കുന്നത്? പൊട്ടിത്തെറിച്ച് ചൂടായി. കാരണം ഈ കിതാബ് നഷ്ടപ്പെടുത്തിയില്ല, വെള്ളത്തിലിട്ടില്ലേ. ഓയ് താങ്കൾ ക്ഷോഭിക്കേണ്ടതില്ല, താങ്കൾ രോഷം കൊള്ളേണ്ടതില്ല എന്നും പറഞ്ഞ് ആ ഹൗലിന്റെ അടിത്തട്ടിലെത്തിയ ആ കിതാബ് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് റൂമിന്റെ കയ്യിൽ കൊടുത്തു. ഒരു നനവ് പോയിട്ട് വെള്ളമേറ്റ ഒരു അടയാളുമില്ല, ഒരു പോറലുമില്ല, കൈ കൊടുത്തു. റൂമി ചോദിച്ചു, ഷംസുത്തി ബിരീസി എന്ന ഫക്കീറിനടുത്ത് എങ്ങനെ വെച്ചു? തിരിച്ചടിച്ചു, ഇത് നിങ്ങൾക്കും അറിയില്ല. നേരത്തെ അറിയില്ല എന്ന് പറഞ്ഞല്ലേ ഞങ്ങളെ ചർച്ച, ഇത് നിങ്ങൾക്കും അറിയാനാകില്ല. ആ കിതാബ് കെട്ടുകൾ ആ ടേബിളിൽ ഒതുക്കി വെച്ചു. നനവില്ല, പോറലില്ല. അടുത്ത നിമിഷം നിന്ന നിപ്പാലത് കത്തിച്ചാരമായി വെണ്ണീറായി. റൂമി പറഞ്ഞു, ഇതെന്തായി കാണുന്നത്? അതും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ജലാലുദ്ദീൻ റൂമിക്ക് കാര്യം ബോധ്യായി. ഇദ്ദേഹം ഒരു വലിയാണ്, എന്നെ പഠിപ്പിക്കാൻ വന്നതാണ്, അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് ചരിത്രം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കുറവുകൾ, നമ്മുടെ കുറ്റങ്ങൾ, കുഴപ്പങ്ങൾ കണ്ടെത്താൻ ഇസ്ലാം വെച്ച ഒന്നാമത്തെ വഴി, അതിനു പറ്റുന്ന നബിമാരില്ല, നബിമാരുടെ ഖലീഫമാർ, പ്രതിനിധികൾ, നായിബുകൾ, മഹാന്മാരായ ആരിഫീങ്ങൾ, അവരുടെ മുന്നിൽ ചെന്ന് നമ്മുടെ കുറ്റവും കുറവും കണ്ടെത്തുക. അതിനിപ്പോ നമുക്ക് പറ്റൂ? മുസ്ലിയാർ ഇപ്പൊ 1-2 ആഴ്ച ഇപ്പത് പറയണു, അങ്ങനെ ഒരാളെ കണ്ടെത്താൻ പറ്റുമോ? ജലാലുദ്ദീൻ റൂമിക്ക് ഷംസുദ്ദീൻ തിബിരീസിയെ കിട്ടിയതുപോലെ, ഇമാം ഷാഫിഈ തങ്ങൾക്ക് ഷൈബാനുർ റാഇ തങ്ങളെ കിട്ടിയതുപോലെ, അഹ്മദ് ഇബ്നുൽ ഹംബൽ തങ്ങൾക്ക് മഅറൂഫുൽ ഖർഹിയെ കിട്ടിയതുപോലെ, ഇമാം ഷഅറാനി തങ്ങൾക്ക് അലിയുൽ ഖവാസ് എന്നവരെ കിട്ടിയതുപോലെ, ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് യൂസുഫ് നസ്സാജ് എന്ന ജ്ഞാനിയെ കിട്ടിയതുപോലെ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് ഉവൈസുൽ ഖറനിയെ കണ്ടെത്താനായതുപോലെ നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ എന്താ ചെയ്യുക? അതൊരു ചോദ്യം, പ്രസക്തമായ ചോദ്യം. അല്ലെങ്കിൽ ഇത്ര ആരിഫീങ്ങളൊക്കെ വളരെ കുറവായിരിക്കുമല്ലോ. അപ്പൊ നമ്മളിപ്പോ ഇനി എന്താ ചെയ്യാ? ആ ചോദ്യത്തിനുള്ള ഉത്തരാണ് ഇഹിയയിൽ ഇമാം ഗസ്സാലി 2ാമത്തെ മാർഗമായി പറയുന്നത്. എന്റെ കുറ്റമറിയാൻ, നിങ്ങളുടെ കുറവ് പറഞ്ഞുതരാൻ എന്താണ് 2ാമത്തെ മാർഗം? അൻ യത്ലുബ സ്വദീഖൻ സ്വദൂഖൻ മുതദയ്യിന. അൻ യത്ലുബ പരതുക, അന്വേഷിക്കുക. ആരെ? സ്വദീഖൻ, ഒരു ഫ്രണ്ടിനെ, ഒരു സ്നേഹിതനെ. എങ്ങനത്തെ സ്നേഹിതനെ? സ്വദൂഖൻ, പരമസത്യസന്ധനായ, പോരാ മുതദയ്യിനൻ, ദീനുള്ള സത്യസന്ധനായ ഒരു സ്നേഹിതനെ അന്വേഷിച്ച് കണ്ടെത്തുക. ഇത് ദീനുള്ളവരെന്നും പറഞ്ഞ് പലരും പെടലുണ്ട് കേട്ടോ. ഹാഫിളാണ് എന്ന് കേട്ടപ്പോ ദീനുണ്ട് എന്നാണ് വിധി എഴുതി, എന്നിട്ട് ഒപ്പം കച്ചവടം ചെയ്തു. 8ന്റെ പണി പാലും വെള്ളത്തിലിട് വന്നു. എന്റെ അടുത്ത് പരാതി വന്നിട്ടുണ്ട്. ഹാഫിളാന്ന് കേട്ടപ്പോ ആ പെൺകുട്ടി കൊള്ളാം, ഇനിയിപ്പോ വേറൊന്നും നോക്കണ്ട, ആഭരണം നോക്കണ്ട, വണ്ടി നോക്കണ്ട, കിണ്ടി നോക്കണ്ട, ഹാഫിളത്തായ പെമ്പുള്ളല്ലേ, എന്റെ മോന് പുതിയണ്ണായിക്കോട്ടെ. കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് തുടങ്ങി ചെരവ കൊണ്ടടി. ഹാഫിളത്തെ അല്ലെങ്കിൽ വലിയ ഡിഗ്രി ഉണ്ട്, ഡിഗ്രിക്കനുസരിച്ച് കെട്ടും വട്ടും നീളം കുപ്പായവും ഉണ്ട്. ഇത് കണ്ടിട്ട് ഇത് ദീനുള്ള ആളാണെന്നും പറഞ്ഞിട്ട് കൂട്ടുപിടിച്ചപ്പം അവിടെയും കിട്ടി പണി. ദീനുള്ളതെന്ന് പറഞ്ഞാൽ എന്താ ഈ ദീനുള്ളത്? ഖുർആനും ഹദീസും അനുസരിച്ച് വയലറിയണ ഈ പണിയല്ലത്. അതെന്താണ്? അതനുസരിച്ച് ജീവിക്കുന്ന മുതദയ്യിന്, സത്യസന്ധനായ ഒരു സ്നേഹിതൻ. നമുക്കൊക്കെ സ്നേഹിതന്മാരുണ്ടല്ലോ. ഇവിടെയുള്ള ഇക്കാക്കന്മാർക്ക്, തല നിരച്ച ഇക്കാക്കന്മാർക്കൊക്കെ ഉണ്ട് കൂട്ടുകാർ. ഞായറാഴ്ചക്കൊന്ന് കറങ്ങാൻ നല്ലതാണ്, അതൊന്നൊരു തെറ്റായ കാര്യമൊന്നല്ല. അങ്ങനെ കറങ്ങണം, ഒരു ടൈം പാസ്സൊക്കെ ആയിക്കോട്ടെ. പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടന്റായി വേണ്ടത് എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഒരു ദീനുള്ള സത്യസന്ധനായ സ്നേഹിതനെ കണ്ടെത്തി ചേർന്ന് നിൽക്കുക. എന്തിന്? ആ സത്യസന്ധതയും ദീനും നമുക്ക് പകർന്നു കിട്ടാനും നമ്മുടെ കുറവുകൾ അയാളിലൂടെ നമുക്ക് മനസ്സിലാക്കാനും. എന്നിട്ട് ഈ കൂട്ടുകൂടിയിട്ട് എന്താ ചെയ്യേണ്ടത്? പറയണം, എന്റെ അടുത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഒന്ന് ഉണർത്തണേ, ഞാൻ ആ പറഞ്ഞത് ശരിയായോ, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് തെറ്റിപ്പോയോ ചോദിക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറഞ്ഞു തരണേ. ഇതൊക്കെ പറയട്ടോ. അപ്പൊ ഈ വയല് കേട്ടിട്ട് ചിലപ്പോൾ നിങ്ങൾ ആ നല്ലൊരാളെ എടാ എന്റെ അടുത്ത് വല്ല കുഴപ്പമുണ്ടെങ്കിൽ പറയണമെന്ന് പറയും. പറയേണ്ട ഒരു ഘട്ടം വരുമ്പോൾ 100 ന്യായമായിരിക്കും.
അവിടെ കിടന്നിട്ട് എന്താവും, ന്യായം പറയും. അത് പറ്റില്ല. സത്യസന്ധമായി അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. എന്തിനാ മൊയ്ലിയരെ ഇതൊക്കെ പറയണത്? ഖുർആന്റെ ആജ്ഞയാണ് കൂട്ടരെ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, നിങ്ങൾ നിസ്കരിച്ചാലും നോമ്പോറ്റാലും മാത്രം രക്ഷപ്പെടൂല. വകൂനൂ മഅസ്വാദിഖീൻ, സത്യസന്ധരുടെ കൂട്ട് വേണം. അല്ലാഹു പറയാ സൂറത്തുൽ ഹുജറാത്തില്, വകൂനൂ മഅസ്വാദിഖീൻ, സത്യസന്ധരുടെ കൂട്ട്, ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് വേണം. അല്ലാഹു പറയാൻ ആ ആജ്ഞ നമ്മൾ അനുസരിക്കേണ്ടതല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉണർന്ന് ചിന്തിക്കണം. ഇതൊരു നിസ്സാര കാര്യമല്ല. മഹാന്മാരായ സ്വഹാബാക്കളിൽ പലരും ഇതിനു വേണ്ടി കൂട്ടുകാരെ നിയമിച്ചിരുന്നു, കൂട്ടുകാരെ ചുമതലപ്പെടുത്തിയിരുന്നു. ഏതിനു വേണ്ടി? പൈസ ഇല്ലാതിരിക്കുമ്പോ കടം മേടിക്കാനല്ല, ഒഴിവുണ്ടാകുമ്പോ ടൂറ് പോകാനല്ല. അതൊക്കെ അവർ കടം മേടിച്ചിരുന്നു, ഒപ്പം അതൊക്കെ ഉണ്ട്. അതിനേക്കാൾ ഉപരിയായി മഹാന്മാരായ സ്വഹാബാക്കളിൽ പലരും അവരവരുടെ കുറവുകൾ, വൈകല്യങ്ങൾ, ന്യൂനതകൾ ഉണർത്തിത്തരാനായി ഒരു സ്നേഹിതനെ പ്രത്യേകം പരിഗണിക്കുകയും വെക്കുകയും ചെയ്തിരുന്നു. നമുക്ക് ഒരേ ഒരു സഹാബിയുടെ ചരിത്രം നോക്കിയാൽ മതി. ആ കൂട്ടത്തിൽ കുറച്ച് ഗൗരവക്കാരനായ, കണിശ സ്വഭാവം, ദീനിന്റെ കാര്യത്തിൽ കണിശത കാണിക്കുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം മാത്രം നോക്കിയാൽ മതി. മറ്റേ സ്വഹാബികളിൽ നിന്ന് നമ്മൾ എടുക്കണ്ട. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ദുആണ്ട്, പ്രസിദ്ധമായ ദുആ. എന്താ ദുആ? റഹിമല്ലാഹു ഇംറഅൻ അഹ്ദാ ഇലാ ഉയൂബി, റഹിമല്ലാഹു ഇംറഅൻ അഹ്ദാ ഇലാ ഉയൂബി. ഈ ഉമറിന്റെ കുറ്റങ്ങൾ, കുറവുകൾ കാണിച്ചു തരുന്ന, ഉണർത്തിത്തരുന്ന ഏതൊരു മനുഷ്യനുണ്ടെങ്കിലും ആ മനുഷ്യനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഈ ഉമറിന്റെ അഴിബുകൾ, വൈകല്യങ്ങൾ, വൈകൃതങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരുന്ന ആളെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആലോചിച്ച് നോക്ക്, നമുക്കതിന് കഴിയോ? നല്ലത് വന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല റാഹത്തല്ലേ? എടാ നീ ആ ചെയ്ത് നന്നായി, ഇനി ആ പറഞ്ഞ വർത്താനുണ്ടല്ലോ അതൊരു 1.5 ഡയലോഗായി. അപ്പൊ കണ്ട് രോമാഞ്ചം, രോമുണ്ടെങ്കിൽ രോമില്ലെങ്കിൽ പിന്നെ തോലാഞ്ചം. എന്തൊരു റാഹത്ത് അല്ലേ? എന്നാ ഒരു കുറ്റം പറഞ്ഞാലോ, അവനിപ്പോ ആരാത് പറയാൻ, അവനിപ്പോ അതിലും ഇരട്ടി കുറ്റമുള്ള ആളല്ലേ. അപ്പൊ തന്നെ തുടങ്ങി ഇബ്ലീസിന്റെ ന്യായങ്ങൾ. അങ്ങനെയല്ല വേണ്ടത്. ഉമർ നിന്ന് ദുആ ചെയ്യണം. ആരെങ്കിലും എന്റെ കുറ്റം എന്നോട് വന്ന് ഉണർത്തി തന്നാൽ ആ മനുഷ്യനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യാണ്. ദുആ മാത്രമല്ല, സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് തങ്ങള് അവരുടെ കുറ്റങ്ങൾ ഉണർത്തി കൊടുക്കാൻ വേണ്ടി നിയമിച്ചത് പ്രസിദ്ധരായ സ്വഹാബി വര്യൻ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെയാണ്. സ്വഹാബാക്കളെ കൂട്ടത്തിൽ നല്ലൊരു സ്നേഹിതനെ തെരഞ്ഞിട്ട് കണ്ടെത്തിയത് സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ. സൽമാനെ, എടാ സംഗതി ഞാൻ ഇവിടെ ഖലീഫയാണ്, നിങ്ങളെ ചക്രവർത്തിയൊക്കെ ശരിട്ടോ, എന്ത് ഫാൾട്ട് ഉണ്ടെങ്കിലും പറഞ്ഞു തരണമെന്നും പറഞ്ഞിട്ട് ചുമതലപ്പെടുത്തുകയും ഒരിക്കൽ സൽമാനെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല സൽമാനെ, ഞാനിപ്പോ എത്ര കാലം ഞാൻ ഭരണം നടത്തിയപ്പോ എവിടെയെങ്കിലും താങ്കൾ വെറുക്കുന്ന വല്ലതും ഉണ്ടായോ? മല്ലദീ ബലഗക അന്നീ മാ ശൈഅൻ മാ തക്റഹുഹു, നിങ്ങൾക്ക് വെറുപ്പുള്ള വല്ലതും എന്നിൽ നിങ്ങൾ കണ്ടോ സൽമാനെ? ഉമർ എന്നവർ ചോദിക്കുകയാണ്. ഉടനെ സൽമാൻ എന്നവർ പറഞ്ഞു, ഉണ്ട്. അമീറുൽ മുഅ്മിനീൻ, ഉണ്ട്. 2 കാര്യമുണ്ട്. എനിക്കിഷ്ടമല്ലാത്ത 2 കാര്യം തങ്ങളിൽ ഞാൻ കാണുന്നുണ്ട്. എന്താണത്? ഒന്ന്, താങ്കളുടെ സുപ്രയിൽ, ഭക്ഷണ സുപ്രയിൽ, ആഹാരം കഴിക്കാൻ ഭക്ഷണം വിളമ്പി വെക്കുന്ന സുപ്രയിൽ ഞാൻ പലപ്പോഴും 2 തരം കറികൾ കണ്ടിട്ടുണ്ട്, കൂട്ടാനുകൾ കണ്ടിട്ടുണ്ട്. അത് താങ്കൾക്ക് ശരിയല്ല. എല്ലാവർക്കും 2 കൂട്ടാനൊന്നും കഴിക്കാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല. അതുകൊണ്ട് 2 തരം കറികൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അത് ശരിയല്ല. 1. 2 എന്താ? 2, താങ്കൾ പകലിലണിയാൻ ഒരു വസ്ത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, രാത്രി അണിയാൻ മറ്റൊരു വസ്ത്രവും. അതിപ്പോ നമുക്കൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, വീട്ടിൽ ചെന്നാൽ ടീഷർട്ടും കള്ളിമുണ്ടൊക്കെ ഇടുമല്ലോ. അങ്ങനെയല്ലത്.
പകലിൽ അണിയാൻ ഒരു ഖലീഫക്ക് ചേർന്ന ഒരു ഡ്രസ്സ്, രാത്രി പള്ളിയിൽ വരുമ്പോ വേറെ ഒരു ഡ്രസ്സ്, സിവിൽ ഡ്രസ് അല്ലത്. 2 തരം ഡ്രസ്സുകൾ ഒരു ദിവസം മാറുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. താങ്കൾക്കത് ഭൂഷണമല്ല, ചേർന്ന പണിയല്ല. ഉമർ റളിയല്ലാഹു അൻഹു ഇത് കണ്ടിട്ട് പല്ലിറുമല്ല ചെയ്തത്. ഇനി ഇത്രയുള്ളൂ, ഈ രണ്ടുള്ളൂ. എന്നാൽ അമ്മ ഹാദാനി, നീ ഉണർത്തി തന്ന ഈ 2 കാര്യം ഇന്ന് തൊട്ട് ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു സൽമാനെ. ഇനി വല്ലതും കണ്ടാൽ ഉടനെ ഉണർത്തി തരണേ. ഹുസൈഫ റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോൾ ഓടിച്ചെന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അന്ത സ്വാഹിബു സിർരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മുനാഫിഖീൻ. ഹുസൈഫ, അങ്ങയോട് നബി തങ്ങൾ കപടന്മാരുടെ ലക്ഷണം സ്വകാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിലുള്ള കള്ളന്മാരെ, കപ്പലിലുള്ള കള്ളന്മാരുടെ അടയാളങ്ങൾ, മദീനത്തെ പള്ളിയിൽ വരുന്ന കപടവിശ്വാസികളുടെ ലക്ഷണങ്ങളും സ്വഭാവങ്ങളും സ്വകാര്യമായി നബി തങ്ങൾ താങ്കൾക്ക് പറഞ്ഞു തന്നത് എനിക്കറിയാം. മുനാഫിഖിന്റെ അടയാളം റസൂലുള്ള അങ്ങയോട് മന്ത്രിച്ചത്, സീക്രട്ടായി പറഞ്ഞത് എനിക്കറിയാം. അതുകൊണ്ട് ഫഹൽ തറാ അലയ്യ ശൈഅൻ മിൻ ആസാരിൻ നിഫാഖി യാ ഹുദൈഫ. ഹുദൈഫ, ആ പറയപ്പെട്ട കപടന്റെ ലക്ഷണങ്ങളിൽ എന്തെങ്കിലും ഈ ഉമറിൽ താങ്കൾ കണ്ടിട്ടുണ്ടോ? പടച്ചോനെ, ആരാണ് ഈ പറയുന്നത്? ആരാണ് ഈ ചോദിക്കുന്നത്? സ്വഹാബാക്കളിലെ 2ാമൻ, ഒരുപാട് മഹാത്മ്യങ്ങളുള്ള സ്വഹാബി വര്യൻ, പിശാച് പോലും പേടിക്കുന്ന സ്വഹാബി വര്യൻ, നിലപാടുകളുടെ രാജകുമാരൻ, പ്രവിശാലമായ ഭൂഖണ്ഡത്തിന്റെ ഭരണാധികാരി, കിരീടം വെക്കാത്ത ചക്രവർത്തി, എന്തിനധികം പുണ്യറസൂലിന്റെ തിരുനാവിലൂടെ ഉമറു ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലാണെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയ സ്വഹാബി. ആ സ്വഹാബിയാണ് ചോദിക്കുന്നത്, എന്നിൽ വല്ല കാപട്യവുമുണ്ടോ? എന്നിൽ വല്ല അരുതായ്മയുമുണ്ടോ? മുനാഫിഖിന്റെ വല്ല ലക്ഷണവുമുണ്ടോ എന്ന ആശങ്കയും ചോദ്യവും സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്ത് നിന്ന്. ഈ നാവ് ചലിക്കാൻ തുടങ്ങിയിട്ട്, സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഞാനും നിങ്ങളും ഏതെങ്കിലും ആലിമിന്റെ അടുത്ത് പോയി ചോദിച്ചിട്ടുണ്ടോ, എന്റെ അടുത്ത് വല്ല കാഫിറിന്റെ അടയാളം ഉണ്ടോ, എന്റെ അടുത്ത് വല്ല മുനാഫിക്കിന്റെ ലക്ഷണമുണ്ടോ ചോദിച്ചിട്ടുണ്ടോ? ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ആലോചിച്ചു നോക്കൂ മുഅ്മിനീങ്ങളെ. ഇതാണ് നമ്മുടെ കുഴപ്പം. നമ്മുടെ കുഴപ്പതാണ്. നമുക്ക് ഈ മഹത്വത്തിന്റെ താരാട്ട് പാട്ട് മതി. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും. അല്ലാഹു നിങ്ങളെ പാപങ്ങളിൽ നിന്നൊക്കെ കഴുകിയെടുത്ത് വൃത്തിയാക്കി കൊണ്ടുപോകാൻ അല്ലാഹു ഉദ്ദേശിക്കുകയാണ്. നിങ്ങൾ പാപപങ്കില ജീവിതം നയിച്ചവരാൻ, നിങ്ങൾ മനുഷ്യരാൻ, നിങ്ങൾ ആദമിന്റെ മക്കളാൻ. ആദമിൽ തെറ്റ് വന്നിട്ടുണ്ട്, എനിക്കറിയാം. പക്ഷേ ആ നിങ്ങളെ ഉപ്പാപ്പയായ ആദമിനെ, പിതാവായ ആദമിനെ ആ കുറ്റത്തിൽ നിന്ന് സംസ്കരിച്ച് സമുദ്ധരിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങളിലും നമ്മുടെ ലക്ഷ്യം അതാണ്. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും. സ്വഭാവ ദൂഷ്യമുണ്ട്, പ്രവൃത്തിയിൽ മോശമുണ്ട്, തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, മനസ്സിൽ കറയുണ്ട്, ഓക്കേ. പക്ഷേ വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും, അവിടെ നിന്ന് പിടിച്ച് ശുദ്ധീകരിച്ച് ഡെവലപ്പാക്കി കൊണ്ടുപോകാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നു. എന്നാൽ വയുരീദുല്ലദീന യത്തബിഊന ശഹവാത്ത്, തോന്നിയ പോലെ ജീവിക്കുന്ന ആളുകൾ, അവർക്ക് തോന്നിയ പോലെ അവർ ജീവിക്കും. ഇസ്ലാമിന്റെ ഡയലോഗ് ഉണ്ടാകും, ഇസ്ലാമിന്റെ കുപ്പായുണ്ടാവും, ഇസ്ലാമിന്റെ നിസ്കാരത്തഴമ്പുണ്ടാകും, ഇസ്ലാമിന്റെ ജപമാലയോ ദിക്റ് കൗണ്ടറോ ഉണ്ടാകും. പക്ഷേ യത്തബിഊന ശഹവാത്ത്, മനസ്സ് വിളിക്കുന്നിടത്ത് പോകുന്ന ആളുകൾ, അവരെ ലക്ഷ്യം അന്തമീലു മൈലൻ അലീമ, വ്യക്തമായ ഗുരുതരമായ വ്യതിചലനം, വഴിപിഴവ് നിങ്ങളിൽ സംഭവിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. മോശം കൂട്ടുകാരെ പിന്നാലെ പോയാൽ അന്തമീലു മൈലൻ അലീമ, സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് അമ്പാടെ മുച്ചൂടും നിങ്ങളെ വഴിതെറ്റിക്കുന്ന പണിയാണ് അവരേറ്റെടുക്കുക. ആ വഴിക്ക് പോകരുതേ. വകൂനൂ മഅസ്വാദിഖീൻ. അപ്പൊ 2ാമത്തെ വഴി, ഇത് എനിക്കും നിങ്ങൾക്കൊക്കെ പറ്റും. മൂവാറ്റുഴയിലും അങ്ങനത്തെ മക്കളുണ്ട്. ഏത്? സ്വദൂഖൻ മുതദയ്യിന, അൻ യത്ലുബ സ്വദീഖൻ സ്വദൂഖൻ മുതദയ്യിന. ദീനുള്ള നേരും നെറിയുമുള്ള സത്യസന്ധനായ ഒരു സ്നേഹിതൻ,
ആ സ്നേഹിതനെ നിരന്തരം സഹവസിക്കുകയും കൂട്ടുകാരാ ഉണർത്തനെ, കൂട്ടുകാരാ കുറവുണ്ടെങ്കിൽ പറഞ്ഞുതരണേ, ഈ പണി ഇതിലൂടെ കുറവുകൾ കണ്ടെത്താൻ സാധിക്കുമെന്ന് ദീനുൽ ഇസ്ലാം പറഞ്ഞു തരുന്നു. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ആഴ്ച നമുക്ക് തുടരാം. 2 വഴി കൂടിയുണ്ട്. അവനവന്റെ കുറവുകൾ കണ്ടെത്താൻ 2 മാർഗങ്ങൾ കൂടിയുണ്ട്. അത് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് ഇൻഷാ അല്ലാഹ് പ്രവേശിക്കാം. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ, നന്നാക്കി തരട്ടെ. എല്ലാ ദുർഗുണങ്ങളിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നും അള്ളാഹു കൈപിടിച്ചുയർത്തി കരകയറ്റി തരുമാറാകട്ടെ.